നമസ്കാരം. ലേഡീസ് ബാൻഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ലേഡീസ് ബാൻഡിൽ പ്രേക്ഷകർക്ക് സംശയങ്ങൾ ചോദിക്കാനുള്ള ദിവസമാണ്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇത്തരത്തിൽ ചർച്ച ചെയ്യുന്നത്. ഇന്ന് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ അഥവാ പ്രസവാനന്തര വിഷാദ രോഗം എന്ന വിഷയത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിനായി പ്രമുഖ ഗൈനക്കോളജിസ്റ്റും തിരുവനന്തപുരത്തെ പ്രാൺ ഫെർട്ടിലിറ്റി ആൻഡ് വെൽനസ് സെന്ററിന്റെ ഡോക്ടറുമായ ഡോക്ടർ അനുപമ രാമചന്ദ്രനാണ് നമുക്കൊപ്പം ഇന്ന് അതിഥിയായി ചേരുന്നത്. സ്വാഗതം ഡോക്ടർ ലേഡീസ് ബാൻഡിലേക്ക്. പ്രേക്ഷകർക്കും ഡോക്ടറോട് സംശയങ്ങൾ ചോദിക്കാം. അതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഡോക്ടർ, നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന രോഗാവസ്ഥയെ കുറിച്ചിട്ടാണ്. അത് ഇപ്പം ഒരുപാട് പേർക്ക് ഫെമിലിയർ ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ ഒരു കാലഘട്ടത്തിൽ ഇതത്ര ഫെമിലിയർ ആയിരുന്നില്ല. അതായത് ഈ അമ്മമാര് പ്രസവത്തിന് ശേഷം നേരിടുന്ന പല പല ബുദ്ധിമുട്ടുകൾ മാനസികമായിട്ടുള്ളത്, അതിനെ അവരുടെ ഒരു സ്വഭാവ ദൂഷ്യമായി ഒക്കെ കണക്കാക്കിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനപ്പുറം ഇന്ന് ഒരുപാട് ആളുകൾക്ക് അതെന്താണ് അവസ്ഥ എന്നൊക്കെ അറിയുന്ന ഒരു സമയത്തിലേക്ക് നമ്മൾ വരുന്നുണ്ട്. എന്നിരുന്നാൽ പോലും പല ആളുകൾക്കും എന്താണ് ഈ അസുഖം, എന്തുകൊണ്ട് ഇത് വരുന്നു എന്നതിനെ കുറിച്ച് പലർക്കും ഒരു ധാരണയില്ല. അപ്പോൾ എന്താണ് നമ്മൾ ആ ഒരു ബിഗിനിങ്ങിൽ നിന്ന് തന്നെ തുടങ്ങിയാൽ ആദ്യം നമുക്ക് എന്താണ് ഈ രോഗം, എന്താണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം അല്ലേ? തീർച്ചയായിട്ടും. ഒരു കാലഘട്ടത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു സമയത്ത് ഇത് ഈ പറഞ്ഞ പോലെ അവരുടെ ഒരു അഹങ്കാരമായിട്ടോ ഒക്കെ ആയിരുന്നു കണക്കാക്കിയിരുന്ന കാര്യമാണ് അല്ലെ. എല്ലാ മാനസിക പ്രയാസങ്ങളും ആ ഒരു രോഗമായി കണ്ട് അതിനൊരു ചികിത്സ കൊടുക്കാൻ സമൂഹം ഒരിക്കലും തയ്യാറായിരുന്നില്ല. അതിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ ഈ ഡെലിവറി കഴിഞ്ഞിട്ടായാലും വരുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ മാനസികമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്നൊരു തിരിച്ചറിവുണ്ടായിട്ടുണ്ട് പ്രധാനമായിട്ടും. പിന്നെ ഇത്തരം പ്രശ്നങ്ങൾ കുറച്ച് കൂടുതലായിട്ട് ഇപ്പോൾ വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം പല രീതിയിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ പലപ്പോഴും അണുകുടുംബങ്ങളാണ്. ഇപ്പോൾ പണ്ട് കിട്ടുന്ന പോലത്തെ ഒരു 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 എന്താ പറയുക, ഒരു സപ്പോർട്ട്, സൈക്കോളജിക്കൽ ഒരു ഇമോഷണൽ സപ്പോർട്ട് അല്ലാതുള്ളൊരു ഫിസിക്കൽ സപ്പോർട്ടും ഒക്കെ പലപ്പോഴും ഇന്നത്തെ ഗർഭിണികൾക്കും പ്രസവിച്ച് കഴിയുമ്പോഴുള്ള ആ അവസ്ഥയിലൊന്നും സ്ത്രീകൾക്ക് ലഭിക്കുന്നില്ല. ഇതൊക്കെ തന്നെ ചിലപ്പം ഇത്തരത്തിലുള്ള പോസ്റ്റ്മോർട്ടം മാനസിക ബുദ്ധിമുട്ടുകളിലേക്ക് നയിക്കാനുള്ള കാരണമായേക്കാം. ഏകദേശം ഒരു 75% സ്ത്രീകളിൽ പോസ്റ്റ്മോർട്ടം ബ്ലൂസ് എന്ന് പറഞ്ഞാൽ ചെറിയ മാനസിക പ്രശ്നങ്ങൾ കാണാനിടയുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ ഒരു മാനസിക വിഭ്രാന്തി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മാനസിക രോഗം എന്നുള്ള രീതിയിൽ വളരെ കുറച്ച് പേരിലേ വരാറുള്ളൂ. അതെ. അപ്പം ഇതിൻ്റെ ഒരു ലക്ഷണം എങ്ങനെയായിരിക്കും? ഈ ഗർഭാവസ്ഥയിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു സ്ട്രെസ്സും ആ ഒരു മാനസിക പ്രശ്നങ്ങളും കാണിച്ചു തുടങ്ങുമോ, അല്ലെങ്കിൽ അതോ ഈ എന്താ പറയുക, അങ്ങനെ സ്ട്രെസ് ഇല്ലാത്ത ആളുകൾക്കും ആ ഒരു സമയത്ത് ഗർഭാവസ്ഥയിലോ അതിനു മുമ്പോ ഒന്നും സ്ട്രെസ് ഇല്ലാത്ത ആളുകൾക്കും പ്രസവത്തിന് ശേഷം ഈ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അല്ലെങ്കിൽ ആ ഒരു ബ്ലൂസ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ, സൈക്കോസിസ് എന്നൊക്കെ പറയുന്ന പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളാണ്. ഇവയെല്ലാം തന്നെ യാതൊരുവിധ മാനസിക രോഗമോ പ്രശ്നങ്ങളോ ഇല്ലാത്ത ആളുകൾക്ക് അല്ലെങ്കിൽ ഗർഭകാലത്ത് യാതൊരുവിധ ലക്ഷണങ്ങളും കാണിക്കാത്ത ആളുകൾക്ക് വരാം. ഒരു വിഭാഗം. പിന്നെ ഒരു വിഭാഗം ആളുകളിൽ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ളത് ഏതെങ്കിലും മാനസിക രോഗത്തിന് സ്ഥിരമായിട്ട് ചികിത്സ എടുക്കുന്ന സ്ത്രീകളാണെങ്കിൽ വളരെ പെട്ടെന്ന് അവർക്ക് ഈ ഒരു മാനസിക വിഭ്രാന്തിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതിൽ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഇപ്പോൾ ആദ്യത്തെ ഗർഭത്തിലോ അല്ലെങ്കിൽ മറ്റ് പഠിക്കുന്ന കാലത്തോ ഏതെങ്കിലും കാലഘട്ടങ്ങളിൽ മാനസിക പ്രശ്നങ്ങൾ വന്നിട്ടോ അതിന് ചികിത്സ എടുക്കേണ്ടി വന്നതോ ആയ സ്ത്രീകൾക്കും തീർച്ചയായിട്ടും ഇതുപോലുള്ള മാനസിക പ്രശ്നങ്ങൾ പ്രസവത്തിന് ശേഷം വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഗർഭകാലത്ത് അങ്ങനെ വലിയ ലക്ഷണങ്ങളൊന്നും കാണിക്കണമെന്നില്ല. പക്ഷേ ഒരു ചെറിയ വിഭാഗം പോസ്റ്റ്മോർട്ടം ബ്ലൂസ് അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ ചില ഗർഭിണികൾക്ക് ഗർഭകാലത്തെ തുടങ്ങി ചിലപ്പോൾ അത് 6 മാസം അല്ലെങ്കിൽ 1 വർഷം വരെ നീണ്ടുപോകുന്ന, പ്രസവം കഴിഞ്ഞും 6 മാസം അല്ലെങ്കിൽ 1 വർഷം വരെ നീണ്ടുപോകുന്ന സാഹചര്യങ്ങളിലേക്കും പോകാനിടയുണ്ട്. അതെ, അത് തന്നെയായിരുന്നു ഞാൻ ചോദിക്കാൻ വന്നത്. ഇത് ഇനി എത്ര കാലം നിലനിൽക്കും എന്നുള്ള ഒരു സംശയം എല്ലാവർക്കും ഉണ്ടാകും. അതായത് ഈ 1 വർഷം കഴിയുമ്പോൾ ഇത് പൂർണ്ണമായും ഇല്ലാതാകും, അങ്ങനെ നമ്മൾ കരുതേണ്ടതുണ്ടോ? അതിൽ പല രീതിയാണ്. ഒന്ന് പോസ്റ്റ്മോർട്ടം ബ്ലൂസ്, നമ്മളിപ്പോൾ നേരത്തെ ആദ്യം സൂചിപ്പിച്ച പോലത്തെ ഒരു കാര്യം, അത് വളരെ ഒരു ചെറിയൊരു മാനസിക ഒരു ബുദ്ധിമുട്ടെന്നുള്ളതേ ഉള്ളൂ. അത് സാധാരണഗതിയിൽ പ്രസവം കഴിഞ്ഞ് 2-3 ദിവസം ആകുമ്പോഴായിരിക്കും തുടങ്ങുന്നത്. അങ്ങനെ ഒരു 2 to 3 ഡേയ്സ് കഴിഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 ദിവസം അല്ലെങ്കിൽ അങ്ങേയറ്റം ഒരു പ്രസവം കഴിഞ്ഞ് 2 ആഴ്ചയ്ക്കുള്ളിൽ അത് മാറിയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് കരയുക, ആവശ്യത്തിൽ കൂടുതൽ സന്തോഷിക്കുക, ആഹാരം കഴിക്കാനുള്ള താല്പര്യക്കുറവ്, ആവശ്യത്തിൽ കൂടുതൽ ക്ഷീണം, കുഞ്ഞിനോട് ഒരു താല്പര്യമില്ലായ്മ അല്ലെങ്കിൽ മറ്റുള്ളവരോടൊക്കെ പെട്ടെന്ന് ദേഷ്യം വരും, ഇങ്ങനെയൊക്കെയുള്ള മാനസിക പ്രശ്നങ്ങളും ആയിരിക്കും കൂടുതൽ ഈ സ്ത്രീ കാണിക്കുന്നത്. അപ്പോൾ ഇത് സാധാരണ ഒരു 10 ദിവസത്തിനുള്ളിൽ അങ്ങ് തീരും. അതിൽ കൂടുതൽ അത് നീണ്ടു നിൽക്കേണ്ട കാര്യമില്ല. മറിച്ച് നമ്മൾ സൂചിപ്പിച്ച പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അല്ലെങ്കിൽ സൈക്കോസിസ്, ഇതൊക്കെയെന്ന് വെച്ചാൽ മാനസിക രോഗങ്ങളുടെ ഒരു ഭാഗം കൂടാണ്. അപ്പോൾ അത്
ശരിക്കും പറഞ്ഞാൽ 6 മാസം അല്ലെങ്കിൽ 1 വർഷം വരെ നീണ്ടു നിൽക്കാം അത്തരം മാനസിക പ്രശ്നങ്ങൾ എന്നാണ് പറയുന്നത്. അതിന് ശരിക്കും കൃത്യമായ ഒരു ചികിത്സ ആവശ്യമാണ്. ഇല്ലെങ്കിൽ ചിലപ്പം അത് മാരകമായ പ്രശ്നങ്ങളിലേക്ക് പോകാൻ സൂയിസൈഡൽ തോട്ട്സ് ഒക്കെ ഇവർക്ക് വരാം. ഈ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ കൂടി വന്നിട്ട് അപ്പം അത് മാരകമായ പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത ഏറെയാണ്. ഡോക്ടർ, നമ്മൾ ഈ പൊതുവെ പല വാർത്തകളിലും കാണാറുണ്ട്, അതായത് കുഞ്ഞ് അമിതമായി കരഞ്ഞപ്പോൾ ചവിട്ടുകൊട്ടയിൽ ഇട്ടിട്ട് അമ്മ പോകുന്നു, അല്ലെങ്കിൽ ബക്കറ്റിൽ വെള്ളത്തിൽ മുക്കിക്കൊല്ലുന്നു, അങ്ങനെ പല വാർത്തകളും നമ്മൾ കാണാറുണ്ട്. പക്ഷെ അവിടെയൊക്കെ അമ്മയെ പൂർണ്ണമായും ഒരു ക്രിമിനൽ എന്നുള്ളൊരു ടാഗിൽ മാത്രം ഒതുക്കി നമ്മൾ ഇത്തരത്തിലുള്ളൊരു മാനസികാവസ്ഥയുടെ ഒരു സാഹചര്യം കൂടി അവിടെ ഉണ്ടാകാം എന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല. അപ്പോൾ ഇത് ഈ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ്, ആ ഒരു ഏറ്റവും മൂർധന്യാവസ്ഥയിലുള്ള ആളുകളായിരിക്കാം ചിലപ്പം ഇങ്ങനെ റിയാക്ട് ചെയ്തു പോകുന്നത്. അങ്ങനെയാണോ കരുതേണ്ടത്? അത് നമ്മൾ നോക്കണം. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു വ്യക്തി ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും അവർക്കൊരു മാനസിക വിഭ്രാന്തി ഉള്ളത് കൊണ്ടാണ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പലപ്പോഴും മാനസിക വിഭ്രാന്തികളൊന്നുമില്ലാതെ വളരെ നോർമൽ മെൻ്റൽ സ്റ്റേറ്റിലുള്ള ആളുകൾ ഒരുപാട് ക്രിമിനൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത് ശരിക്കും ഒരു അവലോകനം, ഒരു മാനസിക അവലോകനം, ഒരു മെൻ്റൽ ഇവാലുവേഷൻ, സൈക്കോളജിക്കൽ ഇവാലുവേഷൻ കഴിയാതെ നമുക്കത് അങ്ങനെ പറയാൻ കഴിയില്ല. പക്ഷേ സൈക്കോസിസ്, അത് പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് ഉള്ള സ്ത്രീകൾക്ക് വളരെയധികം സാധ്യതയുണ്ട്. ഈ പറഞ്ഞ പോലെ കുഞ്ഞിനെ ഒരു ശത്രുവായിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ കുഞ്ഞ് കരയുമ്പോൾ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ഭാഗം അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവരിങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളൊരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നല്ലോ എന്നൊക്കെയുള്ള ഒരു വിരോധം കുഞ്ഞിനോടായിരിക്കും പലപ്പോഴും കാണിക്കുന്നത്. കുഞ്ഞുങ്ങളെ എടുത്തെറിയുക, ചിലപ്പോൾ കട്ടിലിൽ നിന്നൊക്കെ എടുത്തെറിയുക കുഞ്ഞുങ്ങളെ, അല്ലെങ്കിൽ കഴുത്തിരിച്ച് കൊല്ലാൻ ശ്രമിക്കുക, തിരിച്ചും സ്വയവും ഹാം ചെയ്യുക, അവനവനെ ഹാം ചെയ്ത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ സൂയിസൈഡൽ ടെൻഡൻസീസ് കാണിക്കുക, അല്ലെങ്കിൽ ഈവൻ സൂയിസൈഡിൽ വരെ എത്തിച്ചേരുന്ന സാഹചര്യങ്ങൾ ഒക്കെ ശരിക്കും പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ, പോസ്റ്റ്മോർട്ടം സൈക്കോസിസിലുണ്ടാകാം. അതിൻ്റെ ലക്ഷണങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്പോൾ തന്നെ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിച്ച് അതിന് കൃത്യമായ മരുന്നുകൾ എടുത്തു കഴിഞ്ഞാൽ 100% നമുക്ക് പരിഹാരം കിട്ടുന്നതുമാണ്. ഈ കൂടെ ഉള്ളവർക്കായിരിക്കുമല്ലോ പ്രത്യേകമായിട്ടും ഇത് എളുപ്പം തിരിച്ചറിയാൻ സാധിക്കുന്നത്. അതായത് പക്ഷേ പലപ്പോഴും ഈ വീട്ടുകാരുടെ ഭാഗത്തു നിന്നോ പാർട്ട്ണറുടെ ഭാഗത്തു നിന്നോ ഒന്നും കൃത്യമായ ഒരു പരിചരണം, അല്ലെങ്കിൽ അവരെ മാനസികമായി സന്തോഷപ്പെടുത്തുന്ന വാക്കുകളൊന്നും ഈ അമ്മമാർക്ക് കിട്ടാതെയും പോകുന്നുണ്ട്. അത് കൂടുതൽ ട്രിഗർ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇവരുടെ ഒരു ലക്ഷണങ്ങൾ വെച്ച് ഇവരുടെ മെന്റൽ സ്റ്റേറ്റ് ഓക്കെ അല്ല എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നമുക്കറിയാം, സാധാരണ ഒരു പ്രസവം കഴിയുമ്പം ഏതൊരു അമ്മയും ഭയങ്കര സന്തോഷവതിയായിരിക്കും. ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, പാല് കൊടുക്കുന്നു, ഉറക്കം ശരിയാവുന്നില്ല, കുഞ്ഞിനെ നോക്കണം, ശാരീരിക ബുദ്ധിമുട്ടുകൾ, വേദനകൾ, ഇങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ട് അമ്മയ്ക്കുണ്ട്, ഇല്ലെന്നല്ല. ബട്ട് അവർ വളരെ ഹാപ്പി ആയിരിക്കും. ഒരു കുഞ്ഞിനെ കാണുമ്പോൾ എല്ലാ വേദനയും മറക്കുമെന്ന് നമ്മൾ പറയുമല്ലോ. പക്ഷേ ഇവരുടെ കാര്യത്തിൽ അങ്ങനെ ആയിരിക്കത്തില്ല. ചിലപ്പോൾ അമിതമായ സന്തോഷം കാണിക്കുക, നമുക്ക് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷം കാണിക്കുക. അതേപോലെ തന്നെ ആവശ്യമില്ലാതെ കരയുക, ചെറിയ കാര്യങ്ങൾക്ക് പോലും കരയുക. എന്നുവെച്ചാൽ നമ്മളൊരു കരയേണ്ട ഒരു കാര്യമല്ലാത്ത കാര്യത്തിന് ആവശ്യത്തിൽ കൂടുതൽ ഒരാൾ മരിച്ച പോലെയൊക്കെ അങ്ങ് കരയുക. അങ്ങനെയുള്ളത് ക്രൈയിങ് സ്പെൽസ് എന്നൊക്കെ നമ്മൾ പറയും. ഇടവിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും. ഒരാൾ എത്ര സമാധാനിപ്പിച്ചാലും നമ്മൾ നിയന്ത്രിച്ചാലും അവരിങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും, കണ്ണുനീരിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ആ ഒരവസ്ഥ. ആഹാരത്തിനോട് താല്പര്യമില്ലായ്മ, അല്ലെങ്കിൽ അമിതമായിട്ട് ആഹാരം കഴിക്കുക, അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഉറക്കമില്ലായ്മ ഇത്തരത്തിലുള്ള, അതുപോലെ പിന്നെ ഇതിനോടനുബന്ധിച്ചുള്ള മറ്റ് ശാരീരിക വേദനകളായാലും മറ്റ് അസ്വസ്ഥതകളായാലും തലവേദന, ഇങ്ങനെ ശാരീരികമായ അസ്വസ്ഥതകളും അവർ കൂടുതലായിട്ട് കാണിക്കും. ശരിക്കും ഒരു തലവേദനയോ വയറുവേദനയോ ഒന്നും അത്രയ്ക്ക് വരേണ്ട സമയമായിരിക്കത്തില്ല, എങ്കിലും അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കും. ആവശ്യത്തിൽ കൂടുതൽ തളർച്ച, ക്ഷീണം. അപ്പോൾ സാധാരണ ഒരു ഗർഭിണി കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ, ഒരു പ്രസവിച്ചൊരു സ്ത്രീ കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടെ ഉള്ള ആളുകൾ, വീട്ടിൽ ഏറ്റവും അടുത്ത ആളുകൾ, പ്രത്യേകിച്ച് അമ്മ, പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീയുടെ അമ്മയായിരിക്കും എപ്പോഴും കൂടെ ഉള്ളത്, അല്ലെങ്കിൽ അമ്മുമ്മ അതുപോലെയൊക്കെയുള്ള ആളുകൾ, അവരെ പരിചരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ, നേഴ്സ് പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ, ഭർത്താവ്, ഇങ്ങനെ ചുറ്റുമുള്ളവർക്കായിരിക്കും അവരെ ഏറ്റവും പെട്ടെന്ന് ആ ഒരു ചേഞ്ച് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നത്. ഒരു ഡോക്ടർക്കോ അല്ലെങ്കിൽ മറ്റൊരാൾക്കോ ചിലപ്പോൾ അവരുടെ വ്യത്യാസം പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അവരാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതും ഒരു കരുതൽ കൊടുക്കേണ്ടതും തീർച്ചയായിട്ടും അവർ തന്നെയാണ്. ഡോക്ടർ, നേരത്തെ നമ്മൾ പറഞ്ഞു, അതായത് ഒരു 80% മുകളിലുള്ള ആളുകൾക്കും ഈ ഒരു പോസ്റ്റ്മോർട്ടം ബ്ലൂസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ എന്തായാലും ഉണ്ടാകും എന്നുള്ളത്. അപ്പം ഏതൊരു ഘട്ടത്തിലാണ് നമ്മൾ ഇതൊരു ചികിത്സയിലേക്ക് കടക്കേണ്ടത്, ഒരു ഡോക്ടറിനെ സമീപിക്കേണ്ടത്? തീർച്ചയായിട്ടും അതായത് സൂയിസൈഡൽ തോട്ട്സ് ഉണ്ടെങ്കിൽ, ഞാൻ ആത്മഹത്യ ചെയ്യും, ഇനി ഞാൻ ജീവിച്ചിരിക്കേണ്ട, അതായത് എൻ്റെ ജീവിതം കൊണ്ടൊരു പ്രയോജനവുമില്ല, ഒരു വെർത്ത്ലെസ്നെസ്, ഹോപ്പ്ലെസ്നെസ് എന്നൊക്കെ പറയും, യാതൊരു പ്രതീക്ഷയുമില്ല ജീവിതത്തിന്, മുമ്പോട്ടുള്ള ജീവിതത്തെക്കുറിച്ച്, ഈ രീതിയിലുള്ള സംസാരങ്ങളൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ടെങ്കിൽ അതൊരു നല്ല ഡിപ്രസീവ് ഫീച്ചേഴ്സാണ് അത് കാണിക്കുന്നത്. അത് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ആത്മഹത്യയെ പ്ലാൻ ചെയ്യും. ഏതെങ്കിലുമൊക്കെ രീതിയിൽ ആത്മഹത്യ ചെയ്യാൻ അവരിങ്ങനെ പ്ലാൻ ചെയ്ത് എന്തെങ്കിലും ആയുധമോ മറ്റു കാര്യങ്ങളോ അവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ആത്മഹത്യ പ്രവണതയിലേക്ക് പോകാൻ സാധ്യതയുള്ള ആളുകളാണ്.
അവരെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും അനാവശ്യമായ ഭീതി കാണിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ ആവശ്യത്തിൽ കൂടുതൽ മറ്റുള്ളവരെ സംശയം, ചുറ്റുമുള്ളവരെല്ലാം എന്നെ ഉപദ്രവിക്കും, കൊല്ലും, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകും, കുഞ്ഞിനെ ഉപദ്രവിക്കും, നമുക്ക് നടക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ഒരു സാധാരണ ഒരു വീട്ടിലെ പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് ഒരു സ്ത്രീ പ്രസവിച്ച് കിടക്കുമ്പോൾ എന്തുമാത്രം കരുതലും ഒക്കെ ആയിരിക്കും വീട്ടിലുള്ളവരെല്ലാം നൽകുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നടക്കാത്ത കുറേ കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ കുഞ്ഞിനെ ഒരു നിമിഷം കണ്ടില്ല, ആരും എൻ്റെ കുഞ്ഞിനെ മോഷ്ടിച്ചുകൊണ്ട് പോയി, അല്ലെങ്കിൽ എൻ്റെ ചെവിയിൽ ആരോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, ഇതൊക്കെ ഹലൂസിനേഷൻസ് എന്നൊക്കെ പറയും. ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതുവരെ നമുക്ക് സ്നേഹമുണ്ടായിരുന്ന ഹസ്ബൻഡിനോടാണെങ്കിൽ തന്നെ ഒരു വൈരാഗ്യബുദ്ധി, ആവശ്യമില്ലാത്തൊരു വൈരാഗ്യബുദ്ധി കാണിക്കുക, അല്ലെങ്കിൽ ഹസ്ബൻഡ് നമ്മളെ ഉപദ്രവിക്കും, അല്ലെങ്കിൽ കുഞ്ഞിനെ ഉപദ്രവിക്കും എന്നൊക്കെയുള്ള ചിന്തകൾ പറയുക. പിന്നെ തീരെയും ഉറങ്ങുന്നില്ല, അതായത് കുഞ്ഞ് ഉറങ്ങുമ്പം അമ്മമാർ ഉറങ്ങണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ തീരെയും ഉറങ്ങുമില്ല, രാത്രിയും ഉറക്കമില്ല, പകലും ഉറക്കമില്ല, ആഹാരത്തിനോട് ഒട്ടും താല്പര്യമില്ല. നല്ലതായിട്ട് പാല് കൊടുക്കുമ്പം ഏതൊരമ്മയ്ക്കായാലും വിശപ്പ് വരും. ഇത് ആഹാരത്തിനോടോ വെള്ളം കുടിക്കാനോ ഒന്നും തന്നെ ഒരു താല്പര്യം കാണിക്കാണ്ടിരിക്കുക. ഇത്തരത്തിലൊക്കെയുള്ള പ്രശ്നങ്ങളെന്ന് വെച്ചാൽ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു മാനസിക പ്രശ്നത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഇത് തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണിച്ച് നമ്മൾ പരിഹാരം കാണേണ്ടതാണ്. അതേപോലെ തന്നെ തീരെ സംസാരിക്കാണ്ടിരിക്കുക, ചിലർ മിണ്ടുകയില്ല, സംസാരിക്കാണ്ടങ്ങിരിക്കും, അതും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യമാണ്. അപ്പോൾ നമ്മൾ ഈ പൊതുവേ ഈ പീരീഡ്സ് ഒക്കെ വരുന്ന സമയത്ത് പോലും ഉണ്ടാകുന്ന ചില മൂഡ് സ്വിങ്സ് ഉണ്ടല്ലോ, അതായത് പെട്ടെന്ന് ദേഷ്യപ്പെടുക, പെട്ടെന്ന് കരയുക, ഇമോഷണൽ ആവുക. അപ്പം ഇങ്ങനെയുള്ള ഒരു ലക്ഷണങ്ങളാണ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനൊരു ഡോക്ടറെ സമീപിക്കേണ്ട ആവശ്യമില്ല, അത് തന്നെത്താനെ ഒരു 6 മാസത്തിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ മാറിക്കൊള്ളും എന്നാണോ? അങ്ങനെയല്ല, 6 മാസം വരെ നമ്മൾ അതിനെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും നമുക്കൊരു ഒരാഴ്ച അല്ലെങ്കിൽ മാക്സിമം ഒരു 10 days ഒന്ന് ഒബ്സർവ് ചെയ്യാം. വീട്ടിലുള്ളവർക്ക് തന്നെ ഒരു ചെറിയ രീതിയിലുള്ളൊരു കൗൺസിലിംഗ്, ഒരു സപ്പോർട്ട് കൊടുക്കാം സ്ത്രീക്ക്. പ്രത്യേകിച്ച് ഹസ്ബൻഡ് വേണമെങ്കിൽ കുറച്ച് സമയം കൂടെ വന്ന് സ്പെൻഡ് ചെയ്യാം വൈഫിൻ്റെ കൂടെ, കുഞ്ഞിനെ നോക്കാം, ഹസ്ബൻഡിനും കൂടെ ഇരുന്ന് കുഞ്ഞിനെ നോക്കാനൊക്കെ ഉള്ളൊരു അവസരം കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ അമ്മമാർ, സ്വന്തം അമ്മമാർക്കൊക്കെ വന്നിരുന്ന് സംസാരിക്കാം, അവരുടെ ജീവിതാനുഭവങ്ങൾ, അവർ കുഞ്ഞിനെ വളർത്തിയത് കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല കാര്യങ്ങൾ, നല്ല നല്ല ബുക്സ് വായിക്കുക, അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ കേൾക്കാനും വായിക്കാനും സംസാരിക്കാനും ഒക്കെ ഉള്ളൊരു അവസരം നമ്മൾ കൊടുത്ത്, അതുപോലെ തന്നെ കുഞ്ഞുറങ്ങുമ്പോൾ അമ്മമാർ ഉറങ്ങാനുള്ള ഒരു സമയം കൊടുക്കണം. എപ്പോഴും ഇങ്ങനെ കുഞ്ഞിന് പാല് കൊടുക്കുന്നു, അവരുറങ്ങുന്നില്ല, പിന്നെയും പാല് കൊടുക്കുന്നു, ഉറങ്ങുന്നില്ല, അങ്ങനെയുള്ള ഒരു ദിനചര്യയിലോട്ട് പോവാതെ കുഞ്ഞുറങ്ങുന്ന സമയത്ത് ഒരു മണിക്കൂറോ അരമണിക്കൂർ 2 മണിക്കൂർ അമ്മയ്ക്കും ഉറങ്ങാനുള്ളൊരു അവസരം വീട്ടിലുള്ളവർ ഒരുക്കി കൊടുക്കുക. അങ്ങനെ ഒരു കരുതൽ വീട്ടിലുള്ള എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഒരു പ്രൊട്ടക്ഷനും കരുതലും എല്ലാം കിട്ടുകയാണെങ്കിൽ ഒരു പക്ഷേ ഇത് ഇമ്പ്രൂവ് ചെയ്തെന്നിരിക്കാം. പിന്നെ തീർച്ചയായിട്ടും അവർക്ക് ഏറ്റവും അധികം അടുപ്പമുണ്ടായിരുന്നത് കാണിച്ചുകൊണ്ടിരുന്ന ഗൈനക്കോളജിസ്റ്റിനെ തന്നെയായിരിക്കും. വേണമെങ്കിൽ ആ ഡോക്ടറെ ഒന്ന് കൊണ്ടുവന്ന് കാണിക്കാവുന്നതാണ്. അപ്പോൾ അവരോടൊരു നല്ല റാപ്പോ കാണും ഒരു വർഷമായിട്ട്. ആ ഡോക്ടർ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഒന്നുമില്ല, ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് എന്നൊന്ന് മനസ്സിലാക്കി കൊടുത്താൽ ചിലരുടെ കേസിൽ ഇതങ്ങ് മാറും. തീർച്ചയായിട്ടും നമുക്ക് ഒരാഴ്ചയിൽ 10 ദിവസത്തിൽ കൂടുതൽ സമയം കൊടുക്കാതിരിക്കുക. അതിനുള്ളിൽ മാറുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു സൈക്കാട്രിസ്റ്റിനെ തന്നെ കാണിച്ച് അതിന് കൃത്യമായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. യൂഷ്വലി ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും. വിതിൻ ഒരു 2 to 3 weeks തന്നെ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കാറുണ്ട്. തീർച്ചയായും ഡോക്ടർ. അപ്പം എന്തൊക്കെയാണ് ആ ട്രീറ്റ്മെൻറ്റിൽ ഏതൊക്കെ പ്രോസസ്സാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്നുള്ളത് നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം ഡോക്ടറോട് ചോദിക്കാം. ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം. വീർക്കാതിരിക്കാൻ നേത്രയോഗം. ലേഡീസ് ബാൻഡിലേക്ക് നമ്മൾ തിരികെ എത്തുമ്പോൾ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ അഥവാ പ്രസവാനന്തര വിഷാദ രോഗം, ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊപ്പം സംശയങ്ങൾക്ക് മറുപടിയുമായി പ്രമുഖ ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ അനുപമ രാമചന്ദ്രൻ തുടരുന്നുണ്ട്. ഡോക്ടർ, നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് ഇതിന്റെ ട്രീറ്റ്മെന്റ് എത്രത്തോളം അനിവാര്യമാണ് എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പം ഈ ട്രീറ്റ്മെന്റിൽ ഉൾപ്പെടുന്ന പ്രോസസ്സുകൾ, അതിപ്പോൾ കൗൺസിലിംഗ് മാത്രമാകുമോ അല്ലെങ്കിൽ മരുന്നും ഉൾപ്പെടുന്നുണ്ടോ? എങ്ങനെയാണ് ആ ട്രീറ്റ്മെന്റ് രീതികൾ? തീർച്ചയായിട്ടും ഒരു കൗൺസിലിങ്ങിന് നല്ലൊരു റോളുണ്ട്. എസ്പെഷ്യലി ഒരു സൈക്കോളജിക്കൽ ഇവാലുവേഷനും ആവശ്യമാണ്. അതോടൊപ്പം തന്നെ സൈക്കോതെറാപ്പികൾ പല രീതിയിലുണ്ട്. പല രീതിയിലുള്ള സൈക്കോതെറാപ്പികൾക്ക് നല്ലൊരു റോളുണ്ട് ഇവിടെ. അതുപോലെ തന്നെ നമ്മൾ കുടുംബ അംഗങ്ങൾക്കും ഒരു തെറാപ്പി ആവശ്യമാണ്. കുടുംബ അംഗങ്ങളുടെ ഭാഗത്തു നിന്ന് വളരെ നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ട്, എസ്പെഷ്യലി ഹസ്ബൻഡിൻ്റെ ഭാഗത്തു നിന്നായാലും മറ്റ് കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്നായാലും ആ ഗർഭിണിയെ മനസ്സിലാക്കുക, അവർക്കൊരു നല്ല സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പറയണം, എന്തൊക്കെ കാര്യങ്ങൾ പറയേണ്ട, ഏതൊക്കെ രീതിയിൽ അവരെ കെയർ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് അവർക്കും ഒരു കൗൺസിലിംഗ് കൊടുക്കുന്നത് വളരെ പ്രയോജനകരമാണ് ഈ ഒരു കാര്യത്തിൽ. പിന്നീട് രണ്ടാമതാണ് മരുന്നുകൾ വരുന്നത്. അപ്പോൾ മരുന്നുകളുടെ കാര്യം വരുമ്പോൾ എല്ലാ മരുന്നുകളും നമുക്ക് സേഫ് അല്ല. അതായത് കുഞ്ഞിന് പാൽ കൊടുക്കുന്ന സമയമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാ മരുന്നും നമുക്ക് സേഫായിട്ട് കൊടുക്കാൻ പറ്റുന്നൊരു സമയമല്ല. പക്ഷേ തീർച്ചയായിട്ടും ഡിപ്രഷനും സൈക്കോസിസ് അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ള എന്തെങ്കിലുമൊക്കെ മാനസിക പ്രശ്നങ്ങൾ ആ സ്ത്രീക്ക് ഉണ്ടെങ്കിൽ അതിന് കൊടുക്കാവുന്ന മരുന്നുകൾ ധാരാളം ഇന്നുണ്ട്.
ആ മരുന്നുകൾ കൊടുക്കാം, ഒരു പ്രശ്നവുമില്ല. അമ്മയ്ക്കോ കുഞ്ഞിനോ ആ മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ട് യാതൊരുവിധ പാർശ്വഫലങ്ങളോ ദോഷങ്ങളോ ഉണ്ടാവുകയില്ല. പ്രത്യേകിച്ച് ഡിപ്രഷനൊക്കെ ആണെങ്കിൽ SSRI എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഇനത്തിൽപ്പെട്ട മരുന്നുകളുണ്ട്. അവയൊക്കെ വളരെ സേഫാണ്. കുഞ്ഞിന് പാൽ കൊടുക്കുന്നതുകൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല. അങ്ങനത്തെ ഭീതി കൊണ്ട് ചിലർ കൊടുക്കാതിരിക്കും. കൊടുത്തിട്ട് 2 ദിവസം കൊടുത്തിട്ട് കൊടുക്കാതിരിക്കും, അങ്ങനെയും പാടില്ല. കൃത്യമായിട്ട് ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം തന്നെ ആ മരുന്നുകൾ കൊടുത്തിരിക്കണം. അതുപോലെ ഒരു ഫോളോ അപ്പ് മിക്കവാറും പറയും. ഇത്ര ദിവസം കൂടുമ്പോൾ ഒന്ന് കൊണ്ടുവന്ന് കാണിക്കണം, അങ്ങനെയൊക്കെയുള്ള ഫോളോ അപ്പ് പറയും. ആ ഫോളോ അപ്പും കൃത്യമായിട്ട് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ ഡോക്ടർക്കും അസസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ രോഗി റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ ആ റെസ്പോൺസ് ഇല്ലെന്നുണ്ടെങ്കിൽ വേറൊരു ചിലപ്പോൾ മരുന്നിലേക്ക് മാറേണ്ടി വരും, അല്ലെങ്കിൽ ഈ മരുന്നിൻ്റെ ഡോസ് കൂട്ടുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരും. സാധാരണഗതിയിൽ ഇത്തരം മരുന്നുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1.5 മാസം, പ്രത്യേകിച്ച് ഈ പോസ്റ്റ്മോർട്ടം മെൻ്റൽ ഡിസോർഡേഴ്സിനെല്ലാം തന്നെ ഒരു 1.5 മാസം മരുന്ന് കഴിച്ച് കഴിയുമ്പോൾ ഏകദേശം ഈ മരുന്നിൻ്റെ ഒരു ആവശ്യം തന്നെ അവർക്ക് കുറഞ്ഞു തുടങ്ങി അവരുടെ മാനസിക നില കുറച്ചുകൂടെ നോർമലായി തുടങ്ങി കഴിയും. ഈ മരുന്നുകളുടെ ഡോസ് കുറച്ച് പലപ്പോഴും ഈ മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ നമുക്ക് നിർത്താൻ കഴിയും. അതുകൊണ്ട് ഇത് കൊടുക്കണം എന്ന് പറയുന്ന സമയത്ത് മരുന്നിൻ്റെ പാർശ്വഫലങ്ങളെക്കുറിച്ചൊക്കെയുള്ള ആവശ്യമില്ലാത്ത ഭീതി കാരണം മരുന്നുകൾ കൊടുക്കാതിരിക്കരുത്. അതാണ് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് മനസ്സിലാക്കാനുള്ളത്. അതോടൊപ്പം മറ്റൊരു പഠനം ഈ നമ്മൾ ഇൻ്റർനെറ്റിലൊക്കെ കണ്ടതാണ്, ഈ ഫീഡിങ്ങും ഈ മെൻ്റൽ ഹെൽത്തും തമ്മിൽ വലിയ ബന്ധമുണ്ട് എന്നുള്ളത്. അത് ഈ ഫീഡിങ്ങുമായി ബന്ധപ്പെട്ട് ഇതെങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഡോക്ടർ? പ്രധാനമായിട്ടും നമുക്ക് ഈ പോസ്റ്റ്മോർട്ടം ഡിസോർഡേഴ്സ് എല്ലാം തന്നെ വരാനുള്ള കാരണം എന്ന് പറയുന്നത് പ്രഗ്നൻസിയിൽ നമുക്ക് ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ എന്നൊക്കെ പറഞ്ഞ ഹോർമോൺസ് ഉണ്ട്. അത് ഞാൻ പ്രഗ്നൻസി ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോവാണ് മുമ്പോട്ട്. പെട്ടെന്ന് ഒരു ദിവസം ഡെലിവറി കഴിയുമ്പോഴത്തേക്ക് ഈ ഹോർമോൺസ് എല്ലാം അങ്ങ് ശരീരത്തിൽ നിന്ന് കുറയും. വളരെ വലിയ തോതിൽ അതിൻ്റെ ഒരു അളവ് അങ്ങ് കുറയും. ഈ പെട്ടെന്നുള്ള ആ ഒരു ഹോർമോണിൻ്റെ കുറവാണ് ഈ മാനസിക വ്യതിയാനങ്ങൾ ഇവർക്കുണ്ടാക്കുന്നത്. അത് പലർക്കും പല രീതിയിലായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ പാല് കൊടുക്കുന്ന സമയം അല്ലെങ്കിൽ ഒരു മുലയൂട്ടൽ സമയം എന്ന് പറയുമ്പോൾ ആ സമയത്തും ഒരുപാട് എക്സസ് ആയിട്ടുള്ള കാലറി, എക്സസ് ആയിട്ടുള്ള ഫാറ്റ്, എക്സസ് ആയിട്ടുള്ള ഹോർമോൺസ് എല്ലാം ശരീരത്തു നിന്ന് ബേൺ ഔട്ട് ചെയ്ത് പോവുകയാണ്. അത് നമുക്ക് ആവശ്യത്തിൽ കൂടുതലുള്ള എല്ലാം ഈ ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് കൊണ്ട് ഒത്തിരി നമുക്ക് ആവശ്യമില്ലാത്തതെല്ലാം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതൊക്കെ തന്നെ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. ഗർഭിണികൾ അമ്മയ്ക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയുന്നത്. ബ്രസ്റ്റ് ഫീഡിംഗ് സമയത്ത് സാധാരണ കൂടാനുള്ള സാധ്യതയുള്ളൊരു ഹോർമോൺ എന്ന് പറഞ്ഞാൽ പ്രൊലാക്റ്റിൻ എന്ന് പറഞ്ഞ ഹോർമോണാണ്. ആ ഹോർമോൺ കൂടി നിൽക്കുന്നത് കൊണ്ടാണ് ബ്രസ്റ്റ് ഫീഡ് പ്രോപ്പറായിട്ട് ബ്രസ്റ്റ് മിൽക്ക് വരുന്നതും അമ്മയ്ക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ കഴിയുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ ഈ സമയത്ത് സാധാരണ അമ്മയും കുഞ്ഞുമായിട്ടുള്ള നല്ല ബോണ്ടിങ് ഉണ്ടാകുന്നൊരു സമയമാണ്. ഈ ബ്രസ്റ്റ് ഫീഡിങ്ങിലൂടെയാണ് ആ ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ആ ഒരു ഇമോഷണൽ ബോണ്ടിങ് കുഞ്ഞുമായിട്ടുണ്ടാകുന്നതൊക്കെ മാനസിക നില നല്ല രീതിയിൽ കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും അമ്മയെ സഹായിക്കുകയാണ്. പക്ഷേ അതേസമയം തന്നെ ഡോക്ടർ, പല അമ്മമാർക്കും ഈ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാവില്ല. ചിലർക്ക് പാലില്ലാത്തൊരു അവസ്ഥ വരുന്നുണ്ട്. അതവരെ മാനസികമായിട്ട് ഒരുപാട് തളർത്താറുണ്ട്. അപ്പം അങ്ങനെയുള്ള അമ്മമാരോട് എന്താണ് പറയാനുള്ളത്? അതൊരു നാച്ചുറൽ പ്രോസസ്സായി തന്നെ കണ്ടാൽ മതി എന്ന നിലയ്ക്കല്ലേ? അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. കാരണം പലപ്പോഴും ഡയബറ്റിക് ആയിട്ടുള്ള അമ്മമാരാണെങ്കിൽ പിന്നെ പൊതുവേ ഇപ്പം എന്തെങ്കിലും ഭയങ്കരമായ ബ്ലീഡിംഗ് ഒക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലൊക്കെ ചിലപ്പം പ്രസവം കഴിയുമ്പോൾ പാല് നന്നേ കുറവായിരിക്കും. ചിലർക്ക് ചിലപ്പോൾ പാരമ്പര്യമായിട്ട് തന്നെ വരാം, അല്ല ആദ്യത്തെ പ്രസവത്തിലില്ലെങ്കിൽ വീണ്ടും ഇത്തവണയും പാലില്ലാണ്ട് വരാം, അങ്ങനെയൊക്കെ. പലപ്പോഴും ഇതിനകത്തുള്ളൊരു പ്രശ്നം, ചുറ്റും നിൽക്കുന്ന അവരുടെ ബൈസ്റ്റാൻഡേഴ്സായിട്ട് കൂടെ നിൽക്കുന്ന ആളുകളെല്ലാം തന്നെ ഈ പാലില്ലാത്തതിന് ഗർഭിണിയെ ഇങ്ങനെ അമ്മയെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അവർക്ക് പാല് കൊടുക്കണമെന്ന് അങ്ങേറ്റവും ആഗ്രഹം കാണുമായിരിക്കും. ഈ മുലയൂട്ടലിൻ്റെയൊക്കെ പ്രാധാന്യം എല്ലാം ഇഷ്ടംപോലെ കേട്ട് മനസ്സിലാക്കുന്ന ഒരു സ്ത്രീയാണല്ലോ. അപ്പോൾ അവർക്ക് ആഗ്രഹം കാണും, പറ്റാതെ കഴിയുമ്പോൾ അവർ വല്ലാത്തൊരു മാനസിക ടെൻഷൻ അവർക്കുണ്ടാക്കും. അത് പലപ്പോഴും വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല. പാല് കൊടുക്കാൻ കഴിയുമെങ്കിൽ മാക്സിമം മുലപ്പാൽ തന്നെ കൊടുക്കുക. അതിനുവേണ്ടിയുള്ള മരുന്നുകളും ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ലഭ്യമാണ്. അതുപോലെ ധാരാളം വെള്ളം കുടിക്കണം, നല്ല ആഹാരം കഴിക്കണം. ഈ സമയത്ത് തനിയെയൊക്കെ ആഹാരമൊക്കെ കഴിച്ച് നല്ല ആഹാരമൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുളിച്ചൊക്കെ തുടങ്ങുമ്പോഴത്തേക്ക് പാല് മിക്കവാറും എല്ലാവർക്കും വരും. 4-5 ദിവസം ചിലർക്ക് പാല് വരാനെടുക്കും. 5 ദിവസം വരെ സമാധാനമായിട്ട് വെയിറ്റ് ചെയ്യാം. പിന്നെ തീരെ പാല് കിട്ടുന്നില്ല എന്നാണെങ്കിൽ നമ്മൾ മറ്റ് മാർഗ്ഗങ്ങളൊക്കെ ഉപയോഗിക്കും. ഇപ്പോൾ ഡോണർ മിൽക്ക് അവൈലബിൾ ആണ്, കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലും. അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് പാൽപ്പൊടികൾ, നല്ല രീതിയിലുള്ള പാൽപ്പൊടികളും കാര്യങ്ങളും ഒക്കെ കൊടുക്കേണ്ടി വരാറുണ്ട്. അങ്ങനെ കൊടുത്ത് കുഞ്ഞിനെ വളർത്തുക എന്നേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അതോർത്ത് നമ്മൾ വല്ലാതെ ഒരു മാനസിക ഭ്രാന്തിയിലേക്കോ വിഷമത്തിലേക്കോ പോയി കഴിഞ്ഞാൽ ഈ നേരത്തെ സൂചിപ്പിച്ച തീവ്രമായ പ്രശ്നങ്ങളിലേക്ക് പോകാൻ സാധ്യതയേറെയാണ്. നമ്മൾ ഈ ഗർഭകാലം മുതൽ ശ്രദ്ധിച്ചാൽ അതിന് വേണ്ട ഒരു പരിചരണം കൊടുത്താൽ ഒരു പക്ഷേ നമുക്ക് ഈ ഒരു ഡിപ്രഷനിലേക്കൊക്കെ പോകുന്നത്, പ്രസവാനന്തരം പോകുന്നത് തടയാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. അതിനകത്ത് ഒരു തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു ഡിസീസ് ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അത് പ്രിവെൻറ്റബിൾ ആയിരിക്കത്തില്ല. ഒരു അസുഖമാണെങ്കിൽ അത് തനിയെ അങ്ങ് വന്നു പോകും.
പക്ഷേ അല്ലാതെ ഈ ചെറിയ പോസ്റ്റ്മോർട്ടം ബ്ലൂസ് പോലെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഗർഭിണി ആയിരിക്കുമ്പോഴേ തന്നെ ഇങ്ങനെ ആ ഒരു ആൻറ്റിനേറ്റൽ ക്ലാസ്സസ് വളരെ പ്രാധാന്യമുണ്ട്. ഇന്ന് മിക്കവാറും എല്ലായിടത്തും നൽകുന്നുണ്ടത്. പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴേ എന്താണ് പ്രഗ്നൻസിയുടെ ഓരോ സ്റ്റേജസ്, എങ്ങനെയാണ് പ്രസവം നടക്കുന്നത്, എങ്ങനെയാണ് പ്രസവത്തിൽ എത്തിച്ചേരുന്ന, പ്രസവം കഴിഞ്ഞുള്ള കാര്യങ്ങൾ, മുലയൂട്ടൽ, ഇതെല്ലാം ഗർഭിണിക്ക് ഗർഭകാലത്തെ ഒരു ക്ലാസ് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. അതേപോലെ തന്നെ ഭർത്താവിനെ ഇതിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക. ഭർത്താവിന് വേണമെങ്കിൽ കൂടിരിക്കുക. ഇപ്പോൾ എല്ലാ മിക്കവാറും എല്ലാ ഗൈനക് ഹോസ്പിറ്റൽസിലും അതിനുള്ള സൗകര്യമുണ്ട്. പ്രസവ സമയത്തും എല്ലാം ഭർത്താവിന് കൂടെ നിൽക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. നല്ലൊരു ഇമോഷണൽ സപ്പോർട്ട് വൈഫിന് ആ സമയത്ത് കിട്ടും. അതുപോലെ ഡെലിവറി കഴിഞ്ഞിട്ടായാലും ഈ പറഞ്ഞ പോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഗർഭിണിയെ കഴിവത് അലട്ടാതിരിക്കുക. കൂടുതലുള്ള ആളുകൾ തീർച്ചയായും ഒരു മാനസിക സപ്പോർട്ട് കൊടുക്കുക. ഇതാണ് ഏറ്റവും നല്ലത്. തീർച്ചയായും ഡോക്ടർ, നമുക്കൊപ്പം ഒരു പ്രേക്ഷകരോട് ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്നും രഹന ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഹലോ മാം. കേൾക്കാം, പറഞ്ഞോളൂ. മാം, ഞാൻ എന്റെ സിസ്റ്ററിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. അവർക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് 1 year ആയി. അപ്പോ ഒരു 2 മാസം മുൻപ് അവള് ഒരു ദിവസം ബ്ലേഡ് എടുത്ത് വെയിൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തു. അവള് പിന്നീട് ഞങ്ങളോട് പറഞ്ഞു. പിന്നെ വേറൊരു ദിവസം അവള് രാത്രി എണീറ്റ് പോയി മുടി മുഴുവൻ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോ അത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഇങ്ങനെ ഒരുപാട് നാൾ കഴിഞ്ഞിട്ടുണ്ടാകുമോ? 1 year കഴിഞ്ഞിട്ടുണ്ടാകുമോ? ഒരു ദിവസം അവളെ കൗൺസിലിങ്ങിന് കൊണ്ടുപോയായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആണ് എന്നാണ്. പക്ഷെ 2 weeks കഴിഞ്ഞ് വീണ്ടും ചെല്ലാൻ പറഞ്ഞു. പക്ഷെ അവള് പോകാൻ വില്ലിങ് ആകുന്നില്ല. അവൾ ഓക്കെ ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും പോസ്റ്റ്മോർട്ടം ഡിപ്രഷന്റെ ഫീച്ചേഴ്സ് ആകാൻ സാധ്യതയുണ്ട്. ഈ പറഞ്ഞ പോലെ നിശ്ചിത ഒരു സമയം, നിശ്ചിത ഒരു കാലയളവെന്നൊന്നും ഇനി പറയാൻ കഴിയില്ല. ഈ ഒരു ഓവർ ദ പീരീഡ് ഓഫ് 1 year എപ്പോൾ വേണമെങ്കിലും ഈ ഒരു പ്രശ്നങ്ങൾ നമുക്ക് വരാം. അതുപോലെ തന്നെ പ്രശ്നങ്ങൾ കുറയാനും സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ ഈ 2 കാര്യങ്ങൾ, ഒന്ന് സൂയിസൈഡൽ ടെൻഡൻസി പോലെ കാണിച്ചു, മറ്റേത് ഒരു സെൽഫ് ഹേർട്ട് ചെയ്യാൻ, സെൽഫ് ഹാം ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയുടെ ഭാഗമാണ് ആ മുടി മുറിക്കലൊക്കെ ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. പറഞ്ഞ് മനസ്സിലാക്കി നിർബന്ധമായിട്ട് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. കാരണം പിന്നെ എന്തെങ്കിലും കുറച്ചുകൂടെ കൂടുതലൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് പോകരുത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. എന്തിനാ സ്ട്രെസ് ചെയ്യുന്ന എങ്ങനെ ഇതാക്കുന്നതെന്ന് പറഞ്ഞ് ഭയങ്കര ഒരു നല്ല കൗൺസിലിംഗ് ഒന്നും കൊടുത്തിട്ടൊന്നും വ്യത്യാസം വന്നില്ല അല്ലേ? കൗൺസിലിങ്ങിന് ഒരു ദിവസം പോയായിരുന്നു. അപ്പോൾ 2 weeks കഴിഞ്ഞിട്ട് വീണ്ടും ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ നോക്കിയിട്ട് അവള് സമ്മതിക്കുന്നില്ല. അപ്പോൾ അവൾ വില്ലിങ് ആവാതെ എങ്ങനെ കൊണ്ടുപോകണം? അവള് പറയുന്നത് ഞാൻ ഓക്കെ ആണ്, എനിക്ക് പ്രശ്നമില്ല എന്നാ പറയുന്നത്. മറ്റെന്തെങ്കിലും ജോലിയോ കാര്യങ്ങളോ ഉള്ള ആളായിരുന്നെങ്കിൽ അതിലേക്ക്, ഹോബീസോ എന്തെങ്കിലും ഉള്ള ആളാണെങ്കിൽ അതിലേക്ക് കുറച്ചൊന്ന് ശ്രദ്ധ തിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ കുറച്ച് സമയം അതിനു വേണ്ടിയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുമ്പം ഈ അൺനെസറി തോട്ട്സ് ഒക്കെ വരാതിരിക്കും. പിന്നെ ഇത് രോഗമല്ല. തീർച്ചയായിട്ടും നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് അതിൻ്റെ ഒരു മരുന്ന് കാര്യങ്ങൾ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം നമുക്ക് മരുന്ന് നിർത്താൻ പറ്റും. ഈ നിർത്താൻ പറ്റത്തില്ല എന്നുള്ള പേടിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവർക്കുള്ളത്. അല്ലെങ്കിൽ മാനസിക രോഗിയായിട്ട് എല്ലാവരും ലേബൽ ചെയ്യുമോ എന്നൊക്കെ ഉള്ളൊരു വിഷമമായിരിക്കും. അങ്ങനെയൊന്നും അല്ല. തീർച്ചയായിട്ടും ഇത് നമുക്ക് പതുക്കെ മരുന്ന് മറ്റേത് അസുഖം പോലെയും കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഇപ്പം നമ്മൾ ചികിത്സ എടുക്കേണ്ടത് അല്ലെങ്കിൽ ആ ഡോക്ടറുടെ സപ്പോർട്ട് കിട്ടേണ്ടത് ആവശ്യമാണ് എന്നുള്ള രീതിയിൽ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കുറച്ച് നിർബന്ധിക്കേണ്ടി വരുമായിരിക്കും. എങ്കിലും ഒന്ന് കൊണ്ടുപോയി കാണിച്ച് അതൊരു കൃത്യമായൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, വ്യക്തമായി എന്ന് കരുതുന്നു. ഡോക്ടർ, ഈ 1 വർഷം കഴിഞ്ഞ് വന്ന ഒരവസ്ഥയെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അത് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്യാതെ പോയൊരു വിഷയം കൂടിയാണ്. എപ്പോൾ വേണമെങ്കിലും വരാമെന്ന്. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, അതായത് ഇപ്പം ഫസ്റ്റ് ഡെലിവറിക്ക് ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന ഒരാളാണെങ്കിൽ സെക്കൻഡ് ഡെലിവറിക്ക് ഈ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വരാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഡെലിവറിക്ക് വന്നവർക്ക് വീണ്ടും വരണമെന്ന് നിർബന്ധമില്ല. അതേപോലെ തന്നെയാണ് ഫസ്റ്റ് ഡെലിവറിക്ക് ഒരു പ്രോബ്ലം ഇല്ലായിരുന്ന ഒരാൾക്ക് സെക്കൻഡോ തേർഡ് ഡെലിവറിക്ക് തീർച്ചയായിട്ടും വരാതിരിക്കണം എന്നില്ല. പിന്നൊരു കാര്യമാണ് ഈ പറഞ്ഞ പോലെ പിന്നെ എപ്പോൾ വേണമെങ്കിലും വരുന്നതിൻ്റെ ചിലപ്പം ഈ യൂഷ്വലി പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ സൈക്കോസിസിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു ക്രൈറ്റീരിയൽ ഫോളോ ചെയ്യണമെങ്കിൽ സാധാരണഗതിയിൽ ആദ്യത്തെ ഒരു 3 മാസത്തിനകത്ത് തുടങ്ങുന്നതാണ്. അപ്പോൾ 2 സാഹചര്യങ്ങളുണ്ട്. ഒന്ന്, ചിലപ്പോൾ ഇത് അറിഞ്ഞു കാണത്തില്ല, മറ്റുള്ളവർ ചെറിയ രീതിയിൽ തുടങ്ങിയത് അറിഞ്ഞു കാണത്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ലേറ്റ് ആയിട്ട് വരുന്ന സിംറ്റംസ് ആയിരിക്കും. തീർച്ചയായും. അപ്പോൾ അത് അല്ലാതൊരു മാനസിക രോഗമാണോ എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു സൈക്കാട്രിസ്റ്റിനെ അത് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. തീർച്ചയായും. നമുക്ക് ഒരു കോളർ കൂടിയുണ്ട്. ഡോക്ടർ സിദ്ദിഖാണ് കൊച്ചിയിൽ നിന്ന് വിളിക്കുന്നത്. സിദ്ദിഖ്, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഡോക്ടർ, ഈ ഡിപ്രഷനെ കുറിച്ച് കണ്ടപ്പോഴാണ് വിളിച്ചത്. ഞങ്ങളുടെ ഒരു മകന്റെ ഭാര്യ ഇതുപോലെ പ്രസവം കഴിഞ്ഞു. സിദ്ദിഖ്, ദയവായി ടിവിയിൽ ശ്രദ്ധിക്കാതെ ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കുക. സിദ്ദിഖ് പറയുന്നത് ഓഡിബിൾ അല്ല, കേൾക്കുന്നില്ല. ഹലോ, ഞാൻ ടിവിയിൽ ശ്രദ്ധിച്ചോണ്ടാണ്. എന്റെ മരുമകള് ഇങ്ങനെ പ്രസവം കഴിഞ്ഞ് പിന്നെ 90 ദിവസം കഴിഞ്ഞ് കുടുംബത്ത് പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു.
അപ്പൊ പിന്നെ ആ കുട്ടി ഭയങ്കര ധിക്കാരമായിട്ട് സംസാരിക്കുന്നു. ഞങ്ങള് പറയുന്നതൊന്നും വലുതായിട്ട് അംഗീകരിക്കുന്നില്ല. എന്റെ കുട്ടി, എന്റെ തീരുമാനം, എല്ലാം സ്വന്തം ഒരു ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ആത്മഹത്യ ചെയ്തളയും, ബ്ലേഡ് എടുക്കുക, അങ്ങനത്തെ ഒരു ചുറ്റുപാട്. അത് ഇപ്പൊ പ്രസവം കഴിഞ്ഞിട്ട് എത്രയായി? ഇവക്ക് പ്രസവം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 8 മാസമായിട്ടുള്ളൂ. പക്ഷെ പ്രസവം കഴിഞ്ഞ് 3 മാസം സ്വാഭാവികമായിട്ട് അവരുടെ വീട്ടിലായിരുന്നു. അത് കഴിഞ്ഞ് വരുമ്പോ പിന്നെ ആരും അനുസരിക്കുന്നില്ല, ഭയങ്കര വാശി പോലെന്നല്ല. അതെ അതെ, തീർച്ചയായിട്ടും ആ കുട്ടിക്ക് ഒരു ചികിത്സ ആവശ്യമാണെന്ന് തോന്നുന്നു. പ്രസവം കഴിഞ്ഞ ആദ്യത്തെ ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ ചെറിയൊരു ഒരു സൈക്കോളജിക്കൽ അവരെ സംബന്ധിച്ചോളം സൈക്കോളജിക്കൽ ഇൻസൾട്ട് എന്ന് പറയും, എന്തെങ്കിലും ഒരു ചെറിയൊരു മാനസിക പ്രശ്നം തുടങ്ങാനുള്ള ഒരു കാര്യം എന്തോ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ വീട്ടിൽ വന്നപ്പോൾ ആരുടെയെങ്കിലും സംസാരമോ കാര്യങ്ങളോ പ്രവൃത്തി എന്തെങ്കിലും ആയിരിക്കാം, എന്താണെന്ന് നമുക്കറിയില്ല. അത് നമുക്ക് ചെറുതാന്ന് തോന്നിയേക്കാം, പക്ഷെ ആ സ്ത്രീയെ സംബന്ധിച്ചോളം അത് വലിയൊരു മാനസിക പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ല രീതിയിലുള്ള ഒരു സൈക്കാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കി അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിനാണ് അനിവാര്യം. ശരി, വ്യക്തമായി എന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഇവിടെ സമയം അവസാനിക്കുകയാണ്. എന്തായാലും ഡോക്ടർ വന്നതിനും ഞങ്ങളോടൊപ്പം ചേർന്നതിനും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പം പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന വിഷയമാണ് നമ്മൾ കൈകാര്യം ചെയ്തത്. ഗൈനക്കോളജിസ്റ്റും തിരുവനന്തപുരത്തെ പ്രാൺ ഫെർട്ടിലിറ്റി ആൻഡ് വെൽനസ് സെന്ററിലെ ഡോക്ടറുമായ ഡോക്ടർ അനുപമ രാമചന്ദ്രനാണ് നമുക്കൊപ്പം ചേർന്നത്. വളരെ നന്ദി ഡോക്ടർ. അപ്പം മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം കാണാം. നമസ്കാരം.